ഇന്നലെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ, കേരളം കാത്തിരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുന്നത്. ആദ്യം പറഞ്ഞതുപോലെ എല്ലാ എക്സിറ്റ് പോളുകളിലും വിജയം UDF-നൊപ്പമാണ്. ഒരു എക്സിറ്റ് പോൾ പോലും LDF-ന് ഭരണ തുടർച്ച ഉണ്ടാകും എന്നത് പ്രവചിക്കുന്നില്ല. ആ ഒരു ആത്മവിശ്വാസം UDF-ലുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. എക്സിറ്റ് പോൾ ഫലങ്ങൾ അനുകൂലമല്ലെങ്കിലും തരംഗമില്ലെന്ന വിലയിരുത്തലിൽ LDF ശുഭപ്രതീക്ഷ കൈവിടുന്നില്ല. 70 മുതൽ 80 വരെ സീറ്റുകൾ UDF നേടി അധികാരത്തിലെത്തുമെന്നാണ് വോട്ട് വൈബിൻ്റെ എക്സിറ്റ് പോൾ സർവേ പ്രവചിച്ചത്. 58 മുതൽ 68 വരെ സീറ്റുകൾ LDF-നും 0 മുതൽ 4 വരെ, അതായത് ഇപ്പോൾ രണ്ട് സീറ്റിൽ ഒതുങ്ങിയേക്കാം NDA-ക്കും. അതായത് UDF-ന് 75, LDF-ന് 63, NDA-ക്ക് 2 എന്നുള്ളതാണ് അവരുടെ ഒരു എക്സാക്ട് ഫിഗറായി, വോട്ട് വൈബിൻ്റെ എക്സാക്ട് ഫിഗറായി നൽകുന്നത്. ഏതായാലും UDF മുന്നേറ്റം വടക്കൻ കേരളത്തിൽ കാര്യമായി ഉണ്ടാകും. മധ്യ കേരളത്തിലും UDF-ൻ്റെ ഒരു ചെറിയ എഡ്ജ് ഉണ്ടാകും. തെക്കൻ കേരളത്തിൽ LDF-നാണ് നേടിയ മേൽക്കൈ വോട്ട് വൈബ് എക്സിറ്റ് പോൾ ഫലം ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിപ്പോൾ കൂട്ടലും കിഴിക്കലുമൊക്കെ മുന്നണികൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയം മുതൽ ആരംഭിച്ചു കഴിഞ്ഞു. നേരത്തെ സർവേ ഫലങ്ങളിൽ മാറ്റം മറിച്ചിലുണ്ടായിരുന്നു. LDF-ന് അധികാര തുടർച്ച പ്രവചിച്ച സർവേ ഫലങ്ങളുണ്ടായിരുന്നു. അത് മാറി ഇപ്പോൾ പൂർണ്ണമായും എക്സിറ്റ് പോളിലേക്ക് എത്തുമ്പോൾ പൂർണ്ണമായും UDF-ന് അനുകൂലമാണ് കേരളത്തിലെ കാര്യങ്ങൾ എന്നുള്ളതാണ്. VV അരുണും G ശ്രീജിത്തും ഡാനി പോളും MS അനീഷ് കുമാറും KV ബൈജുവും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ആദ്യം അരുണിലേക്ക് പോകണം. അരുണ്, ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ 2021 എക്സിറ്റ് പോൾ ഫലങ്ങൾ നമ്മളൊന്ന് എടുത്താൽ 11ഓളം എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതിൽ 6 എണ്ണവും LDF-ന് അനുകൂലമായിരുന്നു. UDF-ന് എഡ്ജ് പറഞ്ഞ ഒരു 3ഓളം ഫലങ്ങൾ മാത്രമാണ്. അതായത് ഭൂരിഭാഗം ഫലങ്ങളും LDF-ന് അനുകൂലമാണ്. നമ്മുടെ ഈ സർവേ ഫലങ്ങളെക്കാൾ കുറച്ചുകൂടി വിശ്വാസ്യത എക്സിറ്റ് പോളിനുണ്ട് എന്നുള്ളതാണ് കണക്ക്. ഇതിൽ എന്തെങ്കിലും അത്ഭുതം LDF-ൻ്റെ UDF-ൻ്റെയോ കേന്ദ്രങ്ങളിൽ നിന്നുണ്ടോ? തീർച്ചയായിട്ടും എക്സിറ്റ് പോൾ ഫലങ്ങൾ കുറച്ചുകൂടി ആക്യുറേറ്റ് ആകും. അത് പ്രീ പോൾ സർവേകളേക്കാൾ കുറച്ചുകൂടി കൃത്യത, വ്യക്തത ഉണ്ടാകുന്ന കണക്കുകൾ തന്നെയാണ് എക്സിറ്റ് പോളുകൾ. കഴിഞ്ഞ എക്സിറ്റ് പോളുകളിൽ 11 എക്സിറ്റ് പോളുകൾ വന്നതിൽ 6 എണ്ണം ഇടതുമുന്നണിക്ക് മുന്നേറ്റം പ്രവചിച്ചതാണ്. ഒരു സർവേ മാത്രമാണ് 100-ന് മുകളിൽ സീറ്റ്, അത് ഏതാണ്ട് 99 വരെ അത് ഏറെക്കുറെ ശരിയാവുകയും ചെയ്തു. എന്നാൽ ഇത്തവണ ഏതാണ്ട് എല്ലാ സർവേകളും UDF-നാണ് മുൻതൂക്കം നൽകുന്നത്. മാത്രവുമല്ല, ഒരു സർവേ പോലും ഇടതുമുന്നണിക്ക് 69 സീറ്റ് വരെ ഇടതുമുന്നണിക്ക് ലഭിക്കുമെന്ന സർവേകളുണ്ട്. പക്ഷേ ഒരു സീറ്റ് പോലും കേവല ഭൂരിപക്ഷത്തിലേക്ക് ഇടതുമുന്നണി എത്തും എന്ന് പറയുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 69 സീറ്റ് വരെ ലഭിക്കുന്നു. 69 സീറ്റ് ലഭിച്ചാൽ പിന്നീട് സ്വാഭാവികമായും കടുത്ത മത്സരം. CPM-ന്റെ കണക്ക് 65 സീറ്റ് വരെ വിജയിക്കാവുന്ന സീറ്റുകളുണ്ട്. പിന്നീട് ഈ കടുത്ത പോരാട്ടത്തിൽ നടക്കുന്ന മത്സരം കൂടിയാകുമ്പോൾ അത് 80-ന് മുകളിലേക്ക് പോകുന്ന ഒരു കണക്കാണ് CPM കേന്ദ്രങ്ങൾക്കുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയന് വിവിധ തലങ്ങളിൽ ലഭിച്ച റിപ്പോർട്ട് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നത് 73 മുതൽ 74, ഏറ്റവും ചുരുങ്ങിയത് 73-74 സീറ്റുകൾ ലഭിക്കുമെന്ന് തന്നെയാണ്. അത് എത്രത്തോളം പ്രായോഗികമായ വിശ്വാസമെന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും. കാരണം 73-74 വളരെ നാരോ മാർജിനാണ്. 71 സീറ്റ് വേണം കേവല ഭൂരിപക്ഷത്തിന്. അവിടുന്ന് 2-3 സീറ്റുകൾ മാത്രമേ മുഖ്യമന്ത്രിയുടെ കണക്കിലുമുള്ളൂ. ഈ സർവേ ഫലങ്ങൾ അതായി കൂട്ടിച്ചേർക്കുമ്പോൾ ഇടതുമുന്നണിക്ക് ആശങ്കയുണ്ടാക്കുക തന്നെയാണ് ഈ സർവേ ഫലങ്ങളെന്ന്, എക്സിറ്റ് പോൾ ഫലങ്ങളെന്ന് പറയേണ്ടി വരും. കാരണം 69-നപ്പുറത്തേക്ക് ഇടതുമുന്നണിക്ക് കേവല ഭൂരിപക്ഷം ഒരു സർവേയും പ്രവചിക്കുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. UDF-നെ ആശ്വസിക്കാം. 90 സീറ്റ് വരെ പ്രവചിക്കുന്ന സർവേകളുണ്ട്. ഒരു കടുത്ത പോരാട്ടം നടന്നിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഒരുപക്ഷെ ഒരു തരംഗം ഉണ്ടാകുമെന്ന പ്രതീക്ഷയൊക്കെ UDF-നുണ്ട്. പക്ഷേ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ അങ്ങനെ ഒരു തരംഗം ഒരിടത്തും കാണാനാകുന്നില്ല. കടുത്ത സർക്കാർ വിരുദ്ധ വികാരമുണ്ടെങ്കിൽ ഒരു തരംഗം ഉണ്ടാകുമായിരുന്നു. പക്ഷേ അത്തരം ഒരു വികാരവുമില്ല. പക്ഷേ അതാണ് പ്രധാനമായിട്ട് കഴിഞ്ഞ തവണ നമുക്കറിയാം 98ഓളം സീറ്റുകൾ നേടി അധികാരത്തിൽ വന്ന ഒരു മുന്നണിയാണ് LDF. അവിടെ LDF തരംഗമെന്ന് പ്രവചിക്കാവുന്ന വിധത്തിലുള്ള സീറ്റുകൾ ഉണ്ടായിരുന്നു. പക്ഷേ UDF-ന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ തരംഗമില്ല, ഭൂരിപക്ഷം ലഭിക്കും, അല്പം കൂടി സീറ്റുകൾ വർദ്ധിക്കുമെന്ന് മാത്രമാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോഴും ആത്മവിശ്വാസം കൈവിടാത്ത നിലപാടിലേക്ക് ഇടതുമുന്നണി എത്തുന്നതും ഒരുപക്ഷെ ഈ സൂചനകളിലാവാം, അല്ലേ? തീർച്ചയായും അവർക്ക് ആ പ്രതീക്ഷ ഇപ്പോഴുമുണ്ട്. ഇന്നലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നുകൊണ്ടിരുന്നപ്പോൾ CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു. ആ പ്രതികരണം നമുക്ക് ഇപ്പോൾ പ്രേക്ഷകരെ കാണിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹവും പറയുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങളിലല്ല ജനങ്ങളിലാണ് വിശ്വാസമെന്ന. അതുപോലെ സ്വാഭാവികമായും എക്സിറ്റ് പോൾ ഫലങ്ങൾ തിരിച്ചടി പ്രവചിക്കുന്ന ഒരു മുന്നണിയുടെ പ്രധാനപ്പെട്ട പാർട്ടി നേതാവിന് അങ്ങനെ മാത്രമേ പറയാൻ കഴിയൂ. എങ്കിലും ഇപ്പോഴൊരു പ്രതീക്ഷയുണ്ട്. ഒരു നാരോ മാർജിനിലെങ്കിലും ജയിച്ചു വരാമെന്ന പ്രതീക്ഷയുണ്ട്. ഏറ്റവും പ്രധാനം കഴിഞ്ഞ തവണ തെക്കൻ കേരളം ഇടതുമുന്നണിയെ കൈയയച്ച് സഹായിച്ച മണ്ഡലമാണ്. തിരുവനന്തപുരത്ത് 14-ൽ 13 ഇടതുമുന്നണി ജയിച്ചു. കൊല്ലത്ത് 11-ൽ 9 ജയിച്ചു. പത്തനംതിട്ട തൂത്തുവാരി 5 സീറ്റും തൂത്തുവാരി ഇടതുമുന്നണി. ആലപ്പുഴയിൽ 9-ൽ 7 ജയിച്ചു. അവിടെ ഇത്തവണ നമ്മുടെ സർവേ തന്നെ കണക്ക് പ്രവചിക്കുന്നത് ഇപ്പോഴും
LDF ഒരു മേൽക്കൈ നമ്മുടെ സർവേയിലും ന്യൂസ് 18ന്റെ സർവേയിലും നൽകുന്നുണ്ട്. 18 മുതൽ 20 സീറ്റ് വരെ നേരിയൊരു മുൻതൂക്കം അവിടെ LDF നൽകുന്നു. 18 മുതൽ 20 വരെ UDF അത് 17 മുതൽ 19 വരെയാണ്. 18 മുതൽ 20 എന്ന് പറയുമ്പോൾ അവിടെ ചുരുങ്ങിയത് 14 സീറ്റുകളെങ്കിലും 20 ഹൈ എൻഡിലെത്തിയാൽ 18 20 വരെയാണ്. 20 എത്തിയാൽ പോലും 14 സീറ്റുകളുടെ നഷ്ടം അവിടെ LDF ഉണ്ടാകുന്നുണ്ടെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. UDF കേവലം തിരുവനന്തപുരത്ത് 1 സീറ്റ്, കൊല്ലത്ത് 2 സീറ്റ്, ആലപ്പുഴയിൽ 2, അങ്ങനെ 5 സീറ്റുകൾ മാത്രം, 18 ഒന്നും കിട്ടാതെ പോയ സാഹചര്യമാണ് ഉണ്ടായത്. 5-ൽ നിന്ന് UDF 19 സീറ്റ് വരെ, ഏതാണ്ട് 4 ഇരട്ടിയോളം സീറ്റുകൾ UDF വർദ്ധിപ്പിക്കും. അതുതന്നെ ഇതൊരു സംസ്ഥാന വ്യാപകമായുള്ള ട്രെൻഡിന്റെ, അത് LDF വിരുദ്ധമായ ഒരു ട്രെൻഡ് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് 90 സീറ്റ് മുകളിലേക്ക് പോയൊരു ഭരണവിരുദ്ധ അല്ലെങ്കിൽ ഒരു തരംഗമെന്നല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ UDF അനുകൂലമായ ഒരു വോട്ടിംഗ് പാറ്റേണിന്റെ തെളിവായി ഇതും നമുക്ക് കാണാവുന്നതാണ്. 17 മുതൽ 19 വരെ, അതായത് 5-ൽ നിന്ന് 19 വരെ UDF എത്താം. LDF ആകട്ടെ 34-ൽ നിന്ന് 20 കുറയാമെന്നുള്ളതാണ്, ഒരുപക്ഷെ 18 കുറയാമെന്നുള്ളതാണ് കണക്ക്. BJPക്ക് 2 സീറ്റുകളും സൗത്ത് തെക്കൻ കേരളത്തിൽ നമ്മുടെ സർവേ പ്രവചിക്കുന്നുണ്ട്. ആ 2 സീറ്റുകൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും തിരുവനന്തപുരത്തെ കഴക്കൂട്ടം, നേമം ഉൾപ്പെടെയുള്ള സീറ്റുകളാകാം. അങ്ങനെയെങ്കിൽ അവിടെ BJPക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ഇടതുമുന്നണിക്ക് വളരെ ശക്തി നൽകേണ്ട തെക്കൻ കേരളം അവരെ കൈവിടുന്നു. അത് ചെറിയൊരു ലീഡ് നൽകുമ്പോഴും കൈവിടുന്നു എന്നുള്ളത് ഇടതുമുന്നണിക്ക് ആശ്വസിക്കാവുന്ന കണക്കല്ല. 13 സീറ്റുകൾ കഴിഞ്ഞ തവണ ലഭിച്ചത്, ഇത്തവണ 14 ഉയർത്തുമെന്ന വെല്ലുവിളിയാണ് ഇടതുമുന്നണി നേതാക്കൾ നടത്തിയത്. പക്ഷേ ഇവിടെ സീറ്റുകൾ ചോരുമെന്ന് ഉറപ്പാണ്. കടുത്ത പോരാട്ടമുണ്ട് വട്ടിയൂർക്കാവിലും നേമത്തും കഴക്കൂട്ടത്തും. അതുപോലെ കാട്ടാക്കടയിൽ കാര്യങ്ങൾ തിരിഞ്ഞു പോകുമോ എന്ന ആശങ്ക CPI കേന്ദ്രങ്ങൾക്കുണ്ട്. നെയ്യാറ്റിൻകര ഒരുപക്ഷെ തോൽവി ഉണ്ടാകുമെന്ന് ആദ്യഘട്ടം മുതൽ CPI നേതാക്കൾ ആശങ്കപ്പെട്ടതാണ്. അരുവിക്കരയിൽ VS ശിവകുമാർ തിരുവനന്തപുരത്ത് നിന്ന് പോയി അതിശക്തമായ പോരാട്ടം കാഴ്ചവെച്ചു. അവിടെ ഒരുപക്ഷെ ഇടതിന് കൈവിട്ടേക്കാം. അത് സാമുദായിക സമവാക്യങ്ങളും അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയവും ഒക്കെ കണക്കുകൂട്ടുമ്പോൾ അവിടെയും അത്തരമൊരു ആശങ്ക CPM-നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ തിരുവനന്തപുരം സെൻട്രൽ നഷ്ടപ്പെടുമെന്ന് ഏറെക്കുറെ CPM ഉറപ്പിക്കുന്ന ഒരു സീറ്റാണ്. കണക്കുകളിൽ സുദീർഘകാലം ജയിക്കുമെന്നാണെങ്കിലും സെൻട്രൽ CPM-ന് അത്രയധികം വിശ്വാസമുള്ള ഒരു മണ്ഡലമല്ല. കോവളം ഏത് സാഹചര്യത്തിലും UDF നിലനിർത്താൻ തന്നെയാണ് സാധ്യത. അങ്ങനെ വരുമ്പോൾ തിരുവനന്തപുരത്ത് 5-6 സീറ്റുകളെങ്കിലും കുറയും. കൊല്ലത്തും അത്ര പ്രതീക്ഷ CPM-ന് കുറവാണ്. പ്രത്യേകിച്ച് കുണ്ടറയും കരുനാഗപ്പള്ളിയും UDF നിലനിർത്തുമെന്ന് ഉറപ്പാണ്. ചവറയിൽ അതിശക്തമായ പോരാട്ടം നടക്കുന്നു. അവിടെ എന്തും സംഭവിക്കാവുന്ന സാഹചര്യമുണ്ട്. ഇരയുയർത്തല്ല ശക്തമായ മത്സരം നടന്നിട്ടുണ്ട്. കുന്നത്തൂരിൽ UDF-ന് വിജയസാധ്യതയെന്ന് CPM കേന്ദ്രങ്ങൾ തന്നെ കണക്കുകൂട്ടുന്നു. അങ്ങനെ വരുമ്പോൾ കൊല്ലവും ഇടതുമുന്നണിയെ കഴിഞ്ഞ തവണത്തെ പോലെ സഹായിക്കില്ല, അങ്ങനെ കൈയച്ച് സഹായിക്കില്ല എന്ന് വ്യക്തമാകുന്നു. പത്തനംതിട്ടയിൽ അതിശക്തമായ മത്സരം, അപ്രവചനീയ മത്സരം, അത് ആറന്മുളയിലും റാന്നിയിലും പത്തനംതിട്ട മാത്യു തോമസിന്റെ കോട്ടയം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശക്തി കേന്ദ്രം എന്നൊക്കെ പറയാൻ ആ ഒരു മണ്ഡലം. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ ശക്തമായ ത്രികോണ പോരാട്ടത്തിലേക്ക് BJPയുടെ അനൂപാനണി, BJP ജനറൽ സെക്രട്ടറി കൂടി വന്നതോടുകൂടി അവിടെ അതിശക്തമായ പോരാട്ടം. ഒരുപക്ഷെ കൈവിട്ടു പോകാവുന്ന മണ്ഡലങ്ങളിലേക്ക് CPM കണക്കുകൂട്ടുന്നത് തിരുവല്ലയുമുണ്ട്. അവിടെ കോന്നിയും ആറന്മുളയുമാണ് CPM ഉറപ്പിക്കുന്നത്. പക്ഷേ ആറന്മുള അതിശക്തമായ പോരാട്ടം നടന്നു എന്നുള്ളതാണ് വസ്തുത. അവിടെയും അപ്രവചനീയമാണ്. അങ്ങനെ എങ്കിൽ 5-ൽ നിന്ന് എത്ര കുറയും? അവിടെ CPM-ന് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം പരമാവധി സീറ്റുകൾ അവർ തൂത്തുവാരിയ ജില്ലയാണ്. ഒരു കാലത്ത് കോൺഗ്രസിന്റെ ഏറ്റവും ശക്തികേന്ദ്രമായ ജില്ലകളിലൊന്നാണ് പത്തനംതിട്ട. അവിടെ 5 സീറ്റ് വരെ പരമാവധി സീറ്റ് പിടിച്ച് CPM കഴിഞ്ഞ കരുത്ത് കാട്ടുമ്പോൾ അവിടെ നിന്നും കുറയാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ തെക്കൻ കേരളം CPM-ന് ഇടതുമുന്നണിക്ക് അത്ര പ്രതീക്ഷിക്കാവുന്ന ഫലമാകില്ല ഇത്തവണ നൽകുന്നത്. തെക്കൻ കേരളം കൈവിട്ടാൽ സ്വാഭാവികമായും ന്യൂനപക്ഷ കൺസോളിഡേഷൻ അടക്കം ഭയപ്പെടുന്ന സാഹചര്യത്തിൽ മധ്യകേരളത്തിലേക്കും അത് കഴിഞ്ഞ് വടക്കൻ കേരളത്തിലേക്കും പോകുമ്പോൾ ഇടതുമുന്നണിക്ക് തുടർഭരണം എന്നുള്ളത് ഒരുപക്ഷെ എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒരു സ്വപ്നമായി മാറാൻ. അതാണ് തെക്കൻ കേരളത്തിലെ CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ, ഇടത് ശക്തി കേന്ദ്രങ്ങളിൽ അതിശക്തമായ മത്സരം നേരിടേണ്ടി വന്നു. തിരുവനന്തപുരത്ത് പല സ്ഥലങ്ങളിലും ഒരു ഈസി വാക്ക് ഓവർ എന്ന് വിചാരിച്ച പല സീറ്റുകളിൽ പോലും ഇത്തരത്തിൽ വലിയ വെല്ലുവിളി ഇടത് സ്ഥാനാർത്ഥികൾ നേരിട്ടിട്ടുണ്ട്. അരുൺ പറഞ്ഞതുപോലെ കൊല്ലത്തും പത്തനംതിട്ടയിലും ഒക്കെ ആലപ്പുഴയിലും അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ വെല്ലുവിളികൾ, സമാനമായ വെല്ലുവിളികൾ ഇടത് സ്ഥാനാർത്ഥികൾ നേരിടുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ എക്സിറ്റ് പോൾ ഫലങ്ങൾ വളരെ കൃത്യമാകുമെന്ന കാര്യത്തിലും സംശയമില്ല. തിരുവനന്തപുരത്താണ് ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന 3 മണ്ഡലങ്ങൾ. അത് നേമവും വട്ടിയൂർക്കാവും കഴക്കൂട്ടവുമാണ്. ത്രികോണ മത്സരം, അക്ഷരാർത്ഥത്തിൽ ആര് വിജയിക്കും എന്ന് അറിയാൻ പറ്റാത്ത മത്സരം നടക്കുന്ന ഈ 3 മണ്ഡലങ്ങളും ഏറെ പ്രധാനമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്.